ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. CBSE ക്ലാസ് 7 അതിലെ ഫസ്റ്റ് ചാപ്റ്റർ ഇൻറ്റിജേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ചാപ്റ്ററാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. നമ്മുടെ പുതിയ ബുക്ക് വെച്ചിട്ടാണ് ഞാൻ പഠിപ്പിക്കുന്നത്. അതിലെ സെക്കൻഡ് പേജ് കേട്ടോ. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് സെക്കൻഡ് പേജ് എടുത്തിട്ട് റെഡി ആയിട്ടിരിക്കുക. നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഒരു നോട്ട്ബുക്കും ഒരു പെന്നും വേണം. എന്നിട്ട് എന്താണോ നമ്മൾ ബോർഡിൽ ഷെയർ ചെയ്യുന്നത് അത് കറക്റ്റ് ആയിട്ട് കോപ്പി ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾക്ക് നമ്പേഴ്സ് ആഡ് ചെയ്യാൻ തന്നിട്ടുണ്ടാവും. അതിന് ഏതൊരു ഓർഡറിൽ നമ്മൾ എഴുതിയാലും നമ്മളുടെ ഫൈനൽ ആൻസർ സെയിം ആണെങ്കിലാണ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഓരോ ഓപ്പറേഷനിലും സാറ്റിസ്ഫൈ ആണോ അല്ലേന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് നോക്കാം അഡീഷനിൽ സാറ്റിസ്ഫൈ ആണോ നോക്കാം. അതായത് ഈ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സൂട്ട് ആവുന്നുണ്ടോ എന്നാണ് നോക്കേണ്ടത്. അഡീഷൻ എഴുതി വയ്ക്കാം. നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. അതായത് 3 + 5 = 5 + 3. നമ്മുടെ ഈക്വൽ ടുവിന്റെ ഈ സൈഡ് നമ്മൾ പറയും LHS, റൈറ്റ് സൈഡ് നമ്മൾ പറയും RHS. ഓക്കെ, അപ്പൊ LHSൽ നോക്കാം. നമ്മൾ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുത്തിരിക്കുന്നത് ഫസ്റ്റ് ആയിട്ട് എഴുതിയിരിക്കുന്നത് 3 ആണ്, സെക്കൻഡ് പ്ലേസിലിരിക്കുന്നത് 5 ആണ്. ഈക്വൽ ടുവിന്റെ RHSൽ നോക്കാം. ഫസ്റ്റ് എഴുതിയിരിക്കുന്നത് 5 ആണ്, സെക്കൻഡ് എഴുതിയിരിക്കുന്നത് 3 ആണ്. അതായത് നമ്മൾ ആ നമ്പേഴ്സിന്റെ ഓർഡർ മാറ്റിയിട്ടാണ് എഴുതിയിരിക്കുന്നത് RHSൽ എഴുതിയപ്പോൾ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, LHS നമുക്ക് സോൾവ് ചെയ്ത് നോക്കാം. LHS സൈഡിലുള്ളത് 3 + 5 ആണ്. 3 + 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 ആണ്. ഇനി RHS സൈഡ് ചെയ്ത് നോക്കാം. RHS സൈഡിൽ നമ്മൾ എഴുതിയിരിക്കുന്നത് 5 + 3 ആണ്. 5 + 3 ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടാം? 8 ആണ്. അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായി, LHS = RHS ആണല്ലോ. അപ്പൊ നമുക്ക് LHS = RHS ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? അഡീഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ് ഫോർ ഇന്റിജേഴ്സ് എന്ന് എഴുതാം. നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിൽ ലാസ്റ്റ് ലൈൻ കണ്ടോ? അഡീഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ് ഫോർ ഇന്റിജേഴ്സ്. അതാണ് പെൻസിൽ വെച്ചിട്ട് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് ഇത് സാറ്റിസ്ഫൈ ആയതുകൊണ്ട് നമുക്കൊരു ഫോർമുല ഉണ്ട്, ഒരു ഇക്വേഷൻ പഠിക്കാനുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ബോക്സിലാക്കി വെക്കണം. ഇത് A + B = B + A. ദെൻ സ്കെയിലും പെൻസിലൊക്കെ എടുത്തിട്ട് ഇതിനൊരു ബോക്സിലാക്കാം. ഓക്കെ, അടുത്തത് നമുക്ക് 2-3 എക്സാമ്പിളുകൾ കൂടി ചെയ്ത് നോക്കാം. അപ്പോഴേക്കും നിങ്ങൾക്ക് ഒരു ഐഡിയ വരും. ഓക്കെ, എക്സാമ്പിൾ എഴുതാം. ഫസ്റ്റ് വൺ, 5 + -6 = -6 + 5. അപ്പൊ ആദ്യം ഞാൻ LHSൽ ചെയ്ത് നോക്കാൻ പോവാ കേട്ടോ. LHSൽ 5 + -6 നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അഡീഷൻ ഡിഫറൻസ് സൈൻ വരുമ്പോൾ നമ്മൾ എന്താണ് മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് കാണാത്തവര് പോയി കണ്ടിട്ട് ഓക്കെ സെറ്റ് ആയതിനു ശേഷം മാത്രമാണ് ഈ വീഡിയോ കണ്ടിട്ട് കാര്യമുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ആ റൂൾസ് അറിയില്ലെങ്കിൽ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റില്ല. മാത്സിനോട് ഭയങ്കര ദേഷ്യം തോന്നും. ഓക്കെ, അപ്പൊ നമുക്ക് വരുന്നത് 6 - 5 ചെയ്ത് നോക്കാം. 6 - 5 എന്ന് പറയുന്നത് 1 ആണ്. നോക്കാം, ബിഗർ നമ്പർ ഏതാ? അതിൽ 6 ആണ്. 6 ഈസ് എ നെഗറ്റീവ് ഫിഗർ. അപ്പൊ നമുക്ക് ഫൈനൽ ആൻസർ വരുന്നത് -1. LHSൽ നമുക്ക് കിട്ടിയത് -1 ആണ്. ഇനി നമുക്ക് RHS സൈഡ് ചെയ്ത് നോക്കാം. RHS സൈഡ് വരുന്നത് -6 + 5. ഇവിടെയും അതെ, അഡീഷൻ ഡിഫറൻസ് സൈൻ. ദെൻ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് വരും 1 എന്ന് വരും. ബിഗർ നമ്പർ 6 ആണ്. 6 ഈസ് എ നെഗറ്റീവ് ഫിഗർ. അപ്പൊ നമുക്ക് ഫൈനൽ ആൻസറിൽ ആ നെഗറ്റീവ് സൈൻ ഇട്ട് കൊടുക്കാം. LHSലും RHSലും നമുക്ക് നോക്കാം. -1 -1 അല്ലേ. അപ്പൊ നമുക്ക് എവിടെ എന്ത് ചെയ്താം? therefore LHS = RHS. ഓക്കെ, ദെൻ അടുത്ത എക്സാമ്പിൾ നമുക്ക് നോക്കാം. -8 + -9 = -9 + -8. ഞാൻ ഈ പ്ലസ് കഴിഞ്ഞിട്ട് ബ്രാക്കറ്റ് യൂസ് ചെയ്യുന്നത് 2 സൈൻ വരുമ്പോൾ കൺഫ്യൂഷൻ ആവും. അപ്പൊ ആ നെഗറ്റീവ് ഫിഗറിന് അത് മനസ്സിലാവാനായിട്ടാണ് ബ്രാക്കറ്റ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ ആദ്യം നമുക്ക് LHS ചെയ്ത് നോക്കാം. ഞാൻ ചെയ്യുമ്പോൾ ചുമ്മാ ബോർഡിൽ നോക്കിയിരിക്കാണ്ട് ഉടനടി നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് കോപ്പി ചെയ്തിട്ട് വർക്കൗട്ട് ചെയ്യാട്ടോ. അപ്പോഴാണ് ആ ഒരു ഐഡിയ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഇതെങ്ങനെയാ ചെയ്യേണ്ടതെന്ന്. -8 + -9. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ അഡീഷൻ എന്താണ്? സെയിം സൈൻ ആണ്. അപ്പൊ നമ്മൾ ആഡ് ചെയ്തിട്ട് ഫൈനൽ ആൻസറിൽ ആ സെയിം സൈൻ അപ്ലൈ ചെയ്താൽ മതി. അപ്പൊ 8 + 9 എത്ര വരാ? 17. സെയിം സൈൻ ആണ്. അപ്പൊ -17. RHS സൈഡ് ചെയ്ത് നോക്കാം. RHS ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് -9 -8.
അതായത് നമ്മൾ ശ്രദ്ധിക്കുക, കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടിയിൽ എന്ന് പറയുന്നത് നമ്മളുടെ നമ്പേഴ്സിന്റെ ഓർഡർ മാറ്റിയിട്ട് നമ്മൾ സോൾവ് ചെയ്യാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം നമ്മൾക്ക് വരുന്നത് -17 തന്നെയാണ്. അപ്പൊ ഇവിടെ നമുക്ക് എങ്ങനെ കിട്ടിയത്? therefore LHS equal to RHS ആണ്. ഓക്കെ, മനസ്സിലാവുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും വർക്കൗട്ട് ചെയ്യുക കേട്ടോ. ഓരോ എക്സാമ്പിളും ഞാൻ ചെയ്യുന്നതിന് മുന്നേ ഐഡിയ കിട്ടിങ്ങി സ്വന്തമായി ചെയ്തതിന് ശേഷം മാത്രം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയാൽ മതി. -23 + 32 = 32 + -23. ഞാൻ ആദ്യം LHS സൈഡ് ചെയ്ത് നോക്കാണ്. LHS സൈഡ് -23 + 32 അഡീഷൻ ഡിഫറൻസ് സൈൻ ദെൻ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് 32 - 23 ഡിസോർഡറിലാണ് 12 നമുക്ക് വരുന്നത് 9 ആണ്. അപ്പം നമുക്ക് വരുന്നത് 9 ആണ് ആൻസർ കിട്ടിയത്. നമ്മൾ നോക്കിയാൽ പോസിറ്റീവ് നമ്പർ 32 ആണ്. 32 ഈസ് എ പോസിറ്റീവ് നമ്പർ. ദെൻ ഫൈനൽ ആൻസർ നമുക്ക് എന്ത് ചെയ്യാം? +9 ആണ്. RHS നോക്കാം. RHSൽ നമുക്ക് വരുന്നത് 32 + -23. നമുക്കറിയാം അഡീഷൻ ഡിഫറൻസ് സൈൻ വരുമ്പോൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 9 ആണ്. ഫൈനൽ ആൻസർ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നമ്മൾ നോക്കുന്നത്. നമ്മുടെ ക്വസ്റ്റ്യനിൽ സൈൻ ഇല്ലാണ്ട് ബിഗർ നമ്പർ ഏതാ? 32 ആണ്. 32 എന്ന് പറയുന്നത് സൈൻ നോക്കിയപ്പോൾ പോസിറ്റീവ് ആണ്. അപ്പൊ നമുക്ക് +9 എഴുതാം. therefore LHS equal to RHS. ഓക്കെ, നമുക്ക് ഒരെണ്ണം കൂടി ചെയ്യാം. അതിനുശേഷം അടുത്ത സെക്ഷനിലേക്ക് പോവാം. ഫോർത്ത് വൺ, -45 + 0 = 0 + -45. നമുക്ക് ആദ്യം LHS സൈഡ് ചെയ്ത് നോക്കാം. -45 + 0. ഏതൊരു നമ്പറിന്റെ കൂടെ 0 ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം 0 ഒരു അഡിറ്റീവ് ഐഡന്റിറ്റി ആണ്. അപ്പൊ ദ നമ്പർ ഇറ്റ് സെൽഫ് ആണ്. അപ്പൊ നമുക്ക് എന്താ കിട്ടാൻ? -45 തന്നെയാണ് ആൻസർ കിട്ടാം. നമുക്ക് RHS നോക്കാം. RHS അപ്പൊ 0 + -45. നമുക്കറിയാം നമ്മുടെ ഫൈനൽ ആൻസർ ഈസ് -45. അപ്പൊ നമുക്ക് എന്താ കിട്ടിയത്? therefore LHS equal to RHS. ഓക്കെ, അടുത്തത് നമ്മൾ നോക്കേണ്ടത് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സബ്ട്രാക്ഷനിൽ സാറ്റിസ്ഫൈ ആണോ അല്ലേ എന്നാണ് കേട്ടോ. അപ്പൊ എഴുതി വയ്ക്കാം സബ്ട്രാക്ഷൻ. ഫസ്റ്റ് നമുക്കൊന്ന് ഒരു ക്വസ്റ്റ്യൻ ഇടാം. 5 - 2 = 2 - 5. നമുക്ക് ആദ്യം LHS ചെയ്യാം. LHS അപ്പൊ 5 - 2 നമ്മൾ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും നെഗറ്റീവ് സൈൻ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇൻഡിജേഴ്സിന്റെ റൂള് ഫോളോ ചെയ്യുക. അപ്പൊ നമ്മൾക്ക് നമ്മുടെ ആൻസർ തെറ്റ് വരില്ല. അതായത് നമ്മൾ കറക്റ്റ് റൂള് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആൻസർ കറക്റ്റ് ആയിട്ട്, അതായത് ശരിക്കുള്ള ആൻസർ കിട്ടും. ഓക്കെ, അതായത് 5 അങ്ങനെ തന്നെ എഴുതാം. മൈനസ് സൈൻ become പ്ലസ് ആവും. ദെൻ അഡിറ്റീവ് ഇൻവേഴ്സ് ഓഫ് 2 ഈസ് -2. അപ്പൊ നമ്മൾ അഡീഷന്റെ റൂളിലേക്ക് എത്തി. അഡീഷൻ റൂൾ എല്ലാവർക്കും ഈസി ആയിരിക്കാം. അപ്പൊ അഡീഷൻ ഡിഫറൻസ് സൈൻ വരുമ്പോൾ എന്താ? സബ്ട്രാക്ട് ബോത്ത് നമ്പേഴ്സ് ആൻഡ് പുട്ട് ദി ബിഗർ നമ്പർ സൈൻ ഇൻ ദി ഫൈനൽ ആൻസർ. അപ്പൊ നമുക്ക് 5 - 2 3 കിട്ടും. അതിൽ ബിഗർ നമ്പർ 5 ആണ്. 5 is a പോസിറ്റീവ് നമ്പർ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഫൈനൽ ആൻസർ 3 എന്ന് കിട്ടും LHSൽ കേട്ടോ. നമുക്ക് ഇനി RHS നോക്കാം. RHS എങ്ങനെ വന്നിരിക്കുന്നത്? 2 - 5. ദെൻ നമ്മൾ സബ്ട്രാക്ഷന്റെ റൂള് അപ്ലൈ ചെയ്യുക. 2 അങ്ങനെ തന്നെ എഴുതാം. മൈനസ് സൈൻ become പ്ലസ്. ദെൻ അഡിറ്റീവ് ഇൻവേഴ്സ് ഓഫ് 5 ഈസ് -5. അഡീഷൻ ഡിഫറൻസ് സൈൻ. അപ്പൊ നമ്മൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരാം? 3 എന്ന് വരും. പക്ഷെ ബിഗർ നമ്പർ ഏതാ? ഇവിടെ 5 ആണ്. 5 ഈസ് എ നെഗറ്റീവ് ഫിഗർ. അപ്പൊ നമ്മുടെ ആൻസർ എങ്ങനെ വരാം? -3 എന്ന് വരാം. അപ്പൊ ഒരു കാര്യം മനസ്സിലായില്ലേ? LHSും RHSും കണ്ടോ? ഒരാൾ +3, ഒരാൾ -3. അപ്പൊ നമ്മൾ എങ്ങനെ ചെയ്താ? LHS not equal to RHS. അപ്പൊ ഒരു കാര്യം മനസ്സിലായി, ഈ സബ്ട്രാക്ഷൻ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടിയിൽ സാറ്റിസ്ഫൈ ആവില്ല എന്ന്. ഓക്കെ, നമ്മളുടെ പേജ് നമ്പർ 3 കണ്ടോ? അസോസിയേറ്റീവ് പ്രോപ്പർട്ടിയുടെ തൊട്ട് മേലത്തെ ലൈന് സബ്ട്രാക്ഷൻ ഈസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ് ഫോർ ഇൻഡിജേഴ്സ്. അതിവിടെ നമുക്ക് എഴുതി വെക്കാം. അതോടൊപ്പം ടെക്സ്റ്റ് ബുക്കിൽ അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ സാറ്റിസ്ഫൈ ആവാത്തതുകൊണ്ടാണ് പിന്നെ നമ്മൾ വേറെ എക്സാമ്പിൾ ചെയ്ത് നോക്കണമെന്നില്ല. ആ അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞതൊക്കെ 3 times ഒക്കെ എഴുതി പഠിക്കുക. എന്നാൽ മാത്രമാണ് നമ്മൾക്കത് നമ്മുടെ മനസ്സിലത് സെറ്റ് ആവുള്ളൂ. കാരണം നെക്സ്റ്റ് ക്ലാസ്സിലേക്കൊക്കെ അത് ആവശ്യം വരും. ആ സമയത്ത് മറന്നു പോകരുത്.